കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകൾക്ക് അതിശക്ത മഴയ്ക്ക് മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. നാളെ 5 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും നിലവിലുണ്ട്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പുകൾ തന്നെയാണുള്ളത്. വടക്കൻ ജില്ലകളിലും സംസ്ഥാനമൊട്ടാകെയുമൊക്കെ കനത്ത മഴ മുന്നറിയിപ്പുകൾ തന്നെയാണ്. ഏതു രീതിയിലാണ് മഴ മുന്നറിയിപ്പുകൾ വരുന്നത്? സംസ്ഥാനത്ത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ നിന്നും സൂചന പുറത്തു വരുന്നത്. ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ 3 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാളെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ശക്തമായ കാറ്റിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് പ്രകാരം വടക്കൻ ഛത്തീസ്ഗഡിന് മുകളിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. വടക്കൻ കേരള തീരം കൊണ്ട് തന്നെ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് മഴ ശക്തമാകാനുള്ള കാരണമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്കും ജൂലൈ 28 മുതൽ, അതായത് ഇന്നു മുതൽ 31 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് പ്രവചനത്തിൽ പറയുന്നു. അതിശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നത് മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. എന്തായാലും വടക്കൻ കേരളത്തിൽ വരുന്ന 5 ദിവസം അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഏറ്റവും ഒടുവിലായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ള മുന്നറിയിപ്പിൽ പറയുന്നത്. ശാലിനി, അതുമാത്രമല്ല, നമുക്കറിയാം ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മിന്നൽ ചുഴലി അടക്കമുള്ള പ്രതിഭാസമാണ്. കനത്ത മഴയും മിന്നൽ ചുഴലിയും മണ്ണിടിച്ചിലും ഒക്കെ വലിയ രീതിയിലുള്ള ആഘാതം തന്നെയാണ് സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അതിശക്ത മഴ മുന്നറിയിപ്പിനോടൊപ്പം ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുന്നുണ്ടോ? തീർച്ചയായും രോഹിണി, അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും ഭാഗമായി മിക്ക ജില്ലകൾക്കും നൽകുന്നുണ്ട്. പ്രധാനമായും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനടക്കം വിലക്ക് നിലനിൽക്കേണ്ട കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഇന്നും നാളെയും കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത പ്രവചിക്കുന്നുണ്ട്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം മധ്യ അറബിക്കടലിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെയാണ് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് പറയുന്നത് മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മേഖലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഒപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതടക്കം മരങ്ങളുടെ ചുവട്ടിലും ഒപ്പം തന്നെ ഇടിഞ്ഞു വീഴാനായ വീടുകളിലും ഒക്കെ തന്നെ താമസിക്കുന്നവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നതടക്കമുള്ള മുന്നറിയിപ്പുകളുമുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ മിന്നൽ ചുഴലി അടക്കമുള്ള പെട്ടെന്നുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കുക എന്നുള്ള മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി ഈ ഘട്ടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം നൽകുന്നുണ്ട്. ശരി ശാലിനി, സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് വരും ദിവസങ്ങളിലും. എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.